നമ്മുടെ കൊമ്പൻ ജെല്ലി വന്നിട്ട് നമ്മുടെ തെങ്ങൊക്കെ കണ്ട ഭയങ്കര മോശമായിട്ടിരിക്കണത്. ഇതിന് ഒരു പോം വഴി ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഒരു മിക്ക കർഷകരും ചെയ്യണതാണ്, ചില ആൾക്കാർക്ക് അറിയില്ല, എന്നാൽ കൂടി നമ്മൾ പറയണതാണ്. തെങ്ങായിരുന്നു കേട്ടാ. ദേ ഇതാണ് ആ കൊമ്പൻ ജെല്ലി കുത്തിയാണ് കണ്ടത്. ഇത് കുത്തി കണ്ടേ, തെങ്ങ് കുത്തിയിട്ട് പോയേക്കണാണ് കണ്ടത് ഇങ്ങനെ പോയേക്കണ്ടത്. അതിൻ്റെ പട്ടതേ ഉണങ്ങി കണ്ടത് കുത്തി പോയേക്കണം കേട്ടോ. ഇതിനാണ് നമ്മ ഇത് ചെയ്തേക്കണത്. അതേപോലെ ചെയ്താൽ നല്ല ഇതായിരിക്കും. നമ്മ അത് ചെയ്തിട്ടുള്ള തെങ്ങും തൈകളുണ്ടത് നല്ല കൂമ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല നല്ല തെയ്യായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട്. ഇവിടെ 2-3 നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ അത് നമുക്ക് വലിയ പൈസ ചിലവില്ലാത്ത ഒരു സംഭവം തന്നെയാണ്. ആ തെയ്യും അങ്ങനെ വന്നിട്ട് നമ്മൾ അത് ചെയ്തേക്കാണ്. ഇനി മെയിനായിട്ട് ഒരു പൈസ ചിലവില്ലാത്ത സംഭവം ഈ ചരലെന്ന് പറയുന്ന സംഭവം കണ്ട. ഈ ചരല് മാത്രം മതി, വലിയ പൈസ ചിലവൊന്നുമില്ല. ഈ സാധനം ഇതിങ്ങനെ എടുക്കാം. മുറ്റത്ത് കിടക്കുന്ന ചരലാണ്, നല്ല തരിയുള്ള ചരലാണ്. ഇതെടുത്തിട്ട് ഇതിങ്ങനെ ചെയ്താൽ മറ്റേ പുഴുക്കേട് മറ്റേ കൊമ്പൻ ജെല്ലി കുത്തണ ഒരു മിക്ക ചെറിയ തെങ്ങുകൾക്ക് ഉണ്ടാവാറുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂമ്പ് പോകാറുണ്ട്. വീട്ടിലിങ്ങനെ 2 തെങ്ങിൻ്റെ കൂമ്പ് കാര്യങ്ങളൊക്കെ പോയിട്ട് അപ്പോൾ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നാണ് ഈ കൊമ്പൻ ജെല്ലി കൂമ്പിലാണ് നമ്മുടെ കുത്തണേ. ഈ കട്ടി പറഞ്ഞ കൂമ്പുകളുണ്ടല്ലോ, ഇത് അതിനകത്ത് കുത്തണേ. അപ്പോൾ ഈ കൂമ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ കൂമ്പിൻ്റെ ഇത് കണ്ട ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ എടുത്താണ് ചരല് കണ്ടത്. ഇങ്ങനെ ചരല്, ഈ ചരല് നമ്മൾ എടുത്തേണത് ഈ കൂമ്പിൻ്റെ ഉള്ളിൽ കൂടെ കണ്ട ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഈ ചരല് ഇങ്ങനെ ചരല് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഈ സാധനം കൊമ്പൻ ജെല്ലി എന്ന് പറയുന്ന സാധനം ഇത് കുത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമ്പൻ ജെല്ലി ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് ഇങ്ങനെ ഇറങ്ങണേ. ഇറങ്ങി കഴിയുമ്പോൾ ഈ കൊമ്പൻ ജെല്ലി ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ മണ്ണുള്ള കാരണം ഇതിലേക്ക് അടിയിലേക്ക് കുത്തി ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കൊമ്പൻ ജെല്ലി ഇതിനെ അങ്ങനെ കുത്തി അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റാത്ത കാരണം അധികം ഇതൊന്നും ഉപദ്രവിക്കില്ല. പിന്നെ ആ സാധനം ഇതുമേ നിന്ന് പോവുകയും ചെയ്യും. ഈ മണ്ണിൻ്റെ തരിയുള്ള കാരണം ഈ സാധനം കൊമ്പൻ ജെല്ലി അധികം ഇതുമ്പോൾ വന്നിരിക്കില്ല. പിന്നെ ഈ മണ്ണ് ഇടുന്നതിനൊപ്പം ഇത്തിരി ഉപ്പും കൂടിയും ഇത്തിരി മഞ്ഞപ്പൊടിയും കൂടി അതിൻ്റെ ഒപ്പം കൂടി കലർത്തി ഇട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണെന്ന് വെച്ചാൽ ഉപ്പുണ്ടെങ്കിൽ പിന്നെ കൊമ്പൻ ജെല്ലി മഞ്ഞപ്പൊടിയുടെ സ്മെല്ലും ഉണ്ടെങ്കിൽ കൊമ്പൻ ജെല്ലി 90% അതിനകത്ത് വരില്ല. അപ്പോൾ നമ്മുടെ തെങ്ങും തൈകളൊക്കെ നല്ല ഇതിനകത്ത് തന്നെ നമ്മുടെ ചൊട്ടൊക്കെ നല്ല ഇതിൽ സെറ്റപ്പായിട്ട് വരും. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ. എന്ന് വെച്ചാൽ എല്ലാം ഒരു മിക്ക ആൾക്കാരും തെങ്ങും തൈ ഒരു വിധം വലുതാവുകയും ചെയ്യും, അതിനനുസരിച്ച് പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ കേടായ ഇതുകളൊക്കെ പരമാവധി വലിച്ചളഞ്ഞ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കണം. എന്നാലേ നമ്മുടെ തെങ്ങും തൈ നല്ല രീതിയിൽ വളരുള്ളൂ. പരമാവധി കേടുകളൊക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ എപ്പോഴും തെങ്ങിന് പരിപാലിക്കുക. അതുകൊണ്ട് ഈ തെങ്ങ് വലിയ കുഴപ്പമില്ലാണ്ട് കണ്ട സൂപ്പറല്ലേ. തെങ്ങ് എപ്പോഴും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഇതിപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്ത് മര്യാദയ്ക്ക് ഇടയിലെ പട്ട ഉണങ്ങി പട്ടൊക്കെ കളഞ്ഞ് നല്ല രീതിയിലാണെങ്കിൽ നല്ല സെറ്റപ്പിൽ കിട്ടും. ഉണ്ടോ, നല്ല സൂപ്പറല്ലേ.